നോക്കി, മിനാന്റെ ടെന്റ് ഇവിടുന്നേ തുടങ്ങിയിട്ടുണ്ട്. മിനാന്റെ ടെന്റ് നോക്കിയതാ മിനയിലുള്ള. ഇത് മിന അല്ല, ഇത് ജദീദ് മിന എന്ന് പറയും. ഇത് യഥാർത്ഥ മുസ്ദലിഫ പള്ളിയാണ്, മശ്അറുൽ ഹറാം. ഇത് മുഖ്യ മുസ്ദലിഫയാണ്. മിനാന്റെ ടെന്റ് ഉടനെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മിനാന്റെ ടെന്റ് നോക്കി ഉടനെ തന്നെ തുടങ്ങി. മിനാന്റെ ടെന്റ് ഇതെല്ലാം മിനാവാ. മിന തുടങ്ങുന്നത്ര ഇത് മിനാന്റെ റെയിൽവേ സ്റ്റേഷൻ നമ്പർ 1, ഒന്നാം റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇറങ്ങിരണ്ട, ഇനിയാണ് ശരിക്കും നോക്കേണ്ടത്. അവിടേക്ക് മുസ്ദലിഫ തീർന്നു. പെരുന്നാളിന്റെ അന്ന് രാത്രി പാർക്കേണ്ട സ്ഥലമാണ് ഈ പറഞ്ഞത്. അത് തീർന്നു. ബഹുമാനികളെ, ഇതാ ഈ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാലി സ്ഥലമുണ്ട്, ടെന്റ് ഇല്ലാത്തത്. ഇതാണ് വാദി മുഹസ്സർ. വേണ്ടി വന്നപ്പോ റസൂലുള്ളാഹിന്റെ ജനനത്തിന് 54 മുന്നേ അങ്ങനെ അവരെ അബാബിയിൽ പക്ഷി ഇറങ്ങിയിട്ട്, ഇത് അലംതറ കൈഫ പറയുന്നത്, അവരെ നശിപ്പിച്ച സ്ഥലമാണ് ഈ ഭാഗം കഴിഞ്ഞത്. അബാബി ഇറങ്ങിയ സ്ഥലം വാദി മുഹസ്സർ. ഇതാണ് വാദി മുഹസ്സർ. ഇതൊക്കെ മിനയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനികളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ത്യാഗത്തിന്റെ ഭൂമിയാണ്. ഹജ്ജിന്റെ നാളുകളിൽ 2-3 രാത്രി വാജിബായിട്ട് ഹാജിമാർ പാർക്കേണ്ട സ്ഥലമാണിത്. വലഭാഗം നോക്കി, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്ഥലം. ഇടഭാഗം നോക്കി ഇറങ്ങിയിട്ടുണ്ട്. അറബിൽച്ചി അത് ഇടഭാഗം നോക്കി. അവിടെ ചെറിയൊരു കുപ്പമര കാണുന്ന മണ്ണുകളുണ്ട. ഇടഭാഗത്തെ പർവ്വതം. ഇനി ഉറങ്ങണ്ടല്ല, ബലഭാഗല്ല മീന. ഖലീലുല്ലാഹി തങ്ങളെ ഏറ്റവും വലഭാഗം നോക്കി നിന്നിട്ട് നോക്കി, കണ്ടില്ലെങ്കിൽ ജാഗ്രതയിൽ നിൽക്കി. ഇതെല്ലാം മീനാവാ. എവിടെ നിന്ന് തുടങ്ങി മീന? ബഹുമാനികളെ, വലഭാഗം നോക്കി. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒരു ഭംഗി നോക്കി. ഒരു അത്ഭുതമാണിത്. ഹാജിമാർക്ക് താമസിപ്പിക്കാൻ സൗദി ഗവൺമെന്റ് ഒരുക്കിയ സ്ഥലങ്ങളാണ്. ആ മിനാന്റെ ടെന്റ് ഉണ്ടല്ലേ, അത് ഫയർ പ്രൂഫാ, തീ പിടിക്കാത്തതാ. വർഷങ്ങൾക്ക് മുമ്പ് തീ പിടിക്കുന്നതായിരുന്നു. ഒരു കാലത്ത് തീ പിടിച്ച് ഒരുപാട് മരിച്ചു. അതിന്റെ ശേഷം ഫയർ പ്രൂഫ് തീ പിടിക്കാത്തത് ഉണ്ടാക്കി. അതിനെ ഉദ്ഘാടനം ചെയ്ത് തന്നെ പെട്രോൾ വീത്തിട്ട് തീ കൊടുത്തിട്ടാ വലഭാഗത്ത് കാണുന്ന മീന. നോക്കില്ല, ഇനി ഇറങ്ങിരണ്ട, അതാ മീന. ഇനി നമ്മുടെ മുന്നിൽ കാണുന്നത് മസ്ജിദുൽ ഖൈഫ് പള്ളിയാണ്. പള്ളി ബസ് ഇങ്ങനെ പോകുമ്പോ നേരെ മുന്നിൽ മിനാറ കാണാം. അതാണ് മസ്ജിദുൽ ഖൈഫ്. ഒരുപാട് പ്രവാചകന്മാർ ഇമാമത്ത് നിന്ന സ്ഥലമാണ്. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച സ്ഥലം ദാ വലഭാഗം മിന. ഇടഭാഗം നോക്കിയില്ല മിന. അതാ മസ്ജിദുൽ ഖൈഫ് പള്ളിയും ജമറാത്ത് കല്ലെറിയുന്ന സ്ഥലം. ഉൾഭാഗത്തേക്ക് പോകാനില്ല. പോകണമെങ്കിൽ ലക്ഷക്കണക്കിൽ ചെലവാക്കിയിട്ട് ഹജ്ജിന് വരണം. അപ്പൊ പോകാനാണ്. ഇപ്പാന്നില്ല. ഇടഭാഗം നോക്കി. ഇടഭാഗം കണ്ട ആ ബെൽത്തതായ ഒരു കുബ്ബം പോലെ കാണുന്നേ. ബെൽത്തതായ കുബ്ബം പോലെ കാണുന്നത് ഇടഭാഗം നോക്കി. ഇടഭാഗം നോക്കി. ജമറാത്ത് കണ്ട. അതിന്റെ ഉള്ളിലാണ് ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്താ, ജംറത്തുൽ അഖബ എന്ന് പറയുന്ന 3 ജംറകൾ ഉള്ളത്. ശരിക്കും നോക്കി. വലഭാഗം മിന നോക്കി. സുബ്ഹാനല്ലാഹ്. വലഭാഗത്ത് മിന നോക്കി. വലഭാഗം മിനം മിന വലഭാഗം
പ്രവാചകന്മാർ അവിടുന്ന് ഉംറ ചെയ്തിട്ടുണ്ട് എന്നാ. റസൂലുള്ളാഹി തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് ഒരു ഉംറ ചെയ്തു. ബഡാ ഉംറ, ഹജ്ജിന്റെ സവാബുണ്ട് എന്നാണ് അവിടുത്തെ ഉംറക്ക്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ പള്ളിയിൽ പോയി, ടോയ്ലറ്റ് ബാത്റൂം ഒക്കെ ഉണ്ട്, പെട്ടെന്ന് ഉളുവെള്ളെടുത്ത് ളുഹാ നിസ്കരിക്ക, ഇഹ്റാമിനെ നിസ്കരിക്ക, നവൈത്തുൽ ഉംറത്തല്ലക്കാൻ. അഡ വന്ന് കാറിൻ്റെ പൈസ എന്താ ഹലോ ബഹുമാനികളെ, ഞങ്ങൾ ഫർദ് ഉംറ സുന്നത്ത് ഉംറ കഴിഞ്ഞു. ഇനിയും ചെയ്യുന്ന സുന്നത്ത് ഉംറയാണ്. ഇനി ശ്രദ്ധിക്കെല്ലാവരും, പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്